ഡൽഹിയിലെ മാളവിയ നഗറിലെ ലെമൺ ഗ്രീൻ എന്ന ഒരു ഹോട്ടലിൽ ഇന്നലെ ഒരു വലിയ തീപിടുത്തം ഉണ്ടാവുകയും 21 പേർ തൽക്ഷണം വെന്തുമരിക്കുകയും ചെയ്തു. 37ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഹോട്ടലിലെ ദുരന്തത്തെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായി തന്നെ പറയാൻ സാധിക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 4 മുറികൾ മാത്രം നിർമ്മിക്കുവാനുള്ള പെർമിറ്റിലാണ് 25 മുറികളുള്ള ഒരു ഹോട്ടലും അതിൻ്റെ സെല്ലാറിൽ ഒരു റെസ്റ്റോറൻറ്റും ആരംഭിച്ചത്. ലൈസൻസിങ് അതോറിറ്റി ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും പുലർത്തിയിട്ടില്ല. പിന്നെ ഇത്തരം ഒരു ഹോട്ടലിന് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫയർ എക്സിറ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഹോട്ടലിലേക്കുള്ള പ്രവേശന കവാടം ഒരൊറ്റ വഴിയായിരുന്നു. തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേറെ വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് ഈ തീപിടുത്തത്തിന് കാരണം. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് തീ ആദ്യം പടരുന്നത്. അതിൻ്റെ സെല്ലാറിലാണ്. പുക ശ്വസിച്ചത് മൂലം ശ്വാസം കിട്ടാതെയാണ് ധാരാളം ആളുകൾ മരിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ഹോട്ടൽ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, ബോംബെ മുതലായ പ്രദേശങ്ങളിലെ പല സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഒരു സുരക്ഷാ പരിരക്ഷയും കൂടാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ധാരാളം സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടാവുന്നു. ചില ബിൽഡിങ്ങുകൾ കാലപ്പഴക്കം മൂലം പൊളിഞ്ഞു വീഴുന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ള ബിൽഡിങ്ങുകളിൽ ആളുകൾ താമസിക്കുന്നു. അത് പല കാലവർഷത്തിലും അതുപോലെ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ പൊളിഞ്ഞു വീഴുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് മെട്രോ കോർപ്പറേഷനുകൾക്കാണ്. അപ്പോൾ അവരുടെ കീഴിലാണ് ഈ സ്ഥാപനങ്ങൾ വരുന്നത്. അപ്പോൾ ഇവർ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കണ്ണടച്ചാണ് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത്. ചിലപ്പോൾ അനുമതി ഇല്ലാതെ തന്നെയും ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ ദുരന്തത്തിൽ ധാരാളം വിദേശികളും മരിച്ചിട്ടുണ്ട്. ഇത് മുന്നോട്ട് വെക്കുന്ന വിഷയം ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ എത്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ് 4 ദിവസത്തേക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. 5ാമത്തെ ദിവസം വീണ്ടും പഴയ പടിയാവുന്നു. ഈ ദുരന്തം ഇപ്പോൾ ഡൽഹിയിലെ ഈ ഒരു അംഗീകാരമില്ലാത്ത സ്ഥാപനത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സ്ഥലത്തും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും പൊതു വിഷയങ്ങളിൽ കാണിക്കുന്ന അലംഭാവമാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. തൽക്കാലം കൈക്കൂലി വാങ്ങിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യത്തിൻ്റെ പേരിലോ ലൈസൻസിങ് അതോറിറ്റികൾ കണ്ണടക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയൊരു ദുരന്തത്തിലേക്കുള്ള വാതിൽ തുറന്നിടുകയാണ്. ഈ കാര്യം ഇത്രയും കാലമായിട്ടും മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം ധാരാളം സ്ഥലങ്ങളിൽ ഇപ്പോൾ കെട്ടിടങ്ങൾ തകർന്നു വീണും അതുപോലെ തന്നെ പാലങ്ങൾ തകർന്നും ഒക്കെ ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത് യഥാർത്ഥത്തിൽ വലിയൊരു അഴിമതിയാണ്. ഈ അഴിമതിയെ തടയിടാൻ കഴിയാത്തിടത്തോളം കാലം നിയമങ്ങൾ വ്യക്തമായി പാലിക്കാൻ മുതിരാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം പലപ്പോഴും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുള്ള ആളുകൾക്ക് അവർ കൈക്കൂലി നൽകാൻ വിസമ്മതിക്കുന്നതിൻ്റെ പേരിൽ ലൈസൻസ് കിട്ടാത്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ യാതൊരു മാനദണ്ഡവും പാലിക്കാത്ത ആളുകൾക്ക് കൈക്കൂലി കൊടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രമായിട്ട് ഈ അനുമതികൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു രൂപം ഉണ്ടാവണം. എങ്ങനെ അഴിമതി തടയാമെന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സഹകരിച്ചിട്ട് മാത്രം കാര്യമില്ല. എല്ലാ ഇടങ്ങളിലും കൃത്യമായി നിയമം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനമാണ് ഈ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ CBSEയുടെ പരീക്ഷ നടത്തിപ്പിലെ പാളിച്ചകളിലാണെന്നുണ്ടെങ്കിലും നീറ്റ് പരീക്ഷ നടത്തിയാൽ വലിയ അഴിമതിയിലാണെങ്കിലും നമ്മൾ കാണുന്നത് ഇത് പരിശോധിക്കുവാനുള്ള സംവിധാനമാണ് ഉണ്ടാവേണ്ടത്. ആ പരിശോധനയ്ക്കുള്ള സംവിധാനം കുറ്റമറ്റമായാൽ മാത്രമേ നമുക്ക് എല്ലാ തരത്തിലുള്ള അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കൂ.